വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ നിങ്ങൾ തടയുക തന്നെ വേണം. അത് നിങ്ങളുടെ കടമയാണ്, അത് നിങ്ങളുടെ കടമയാണ്, അത് നിങ്ങളുടെ കടമയാണ്. ഇല്ലെങ്കിൽ എന്ത് എന്നല്ലേ ചോദ്യം. ഔ അല്ലെങ്കിൽ അല്ല നിങ്ങളിലേക്ക് ഇഖാബ് ഇറക്കും, അല്ല നിങ്ങളിലേക്ക് അവന്റെ പക്കൽ നിന്ന് ശിക്ഷ ഇറക്കും. അത് വിശദീകരിക്കുമ്പോ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ആ ശിക്ഷ പല രൂപത്തിലാകാം സംഭവിക്കുന്നത്. ഏതൊക്കെ രൂപത്തിൽ ആ ശിക്ഷകൾ വരാം? വഹാദൽ ഇഖാബു ലം യുഹദ്ദദ്, ആ ശിക്ഷ ഏതെന്ന് നിർണയിക്കപ്പെട്ടിട്ടില്ല. ഫഖദ് യകൂനു ഫിൽ അംവാലി, അതൊരു പക്ഷേ സാമ്പത്തിക രംഗത്താവാം. വഖദ് യകൂനു ബി അംറാദിൻ വ ഔബിഅത്തിൻ ആമ്മത്തിൻ, അതൊരു പക്ഷേ മഹാമാരികൾ പകർച്ചവ്യാധികൾ കൊണ്ടാവാം. എങ്ങനത്തെ പകർച്ചവ്യാധികൾ? യഅ്ജസുൽ അതിബ്ബാഉ അൻ ഇലാജിഹാ, ആധുനിക ബിഷഗ്ഗരന്മാര് പോലും ആ വൈറസുകൾക്ക് മുമ്പിൽ കൈമലർത്തുന്നു. വഖദ് യകൂനു ബി കസറത്തിൽ മൗതി, മരണത്തിന്റെ സംഖ്യ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് മരണം ഇങ്ങനെ കൂടുതൽ കൂടുതൽ സംഭവിക്കുന്നതിലൂടെയാകാം. ഔ ബി തസ്ലീത്തി അദുവ്വിഹിം അലൈഹിം, അല്ലെങ്കിൽ അവരുടെ മേൽ അല്ലാഹു ഒരു ശത്രുവിന് അധികാരം കൊടുത്തുകൊണ്ട് ആ ശത്രുവതാ ഇവരെ അതാ സമൂഹത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയാൻ, ഫയജ്താഹും അവരെ നശിപ്പിക്കാനും, വയഖുദു ബഅദ മാ ഫീ ഐദീഹിം അവരുടെ കരങ്ങളിലുള്ളത് പിടിച്ചു പറിക്കാനും, വയസൂമുഹുൽ ഖസഫു വദ്ദുല്ലു ഔ യകൂനു ബി അയ്യി അംരിൻ മിനൽ ഉമൂരി അല്ലതി യുംകിനു അൻ തഖഅ. വിശദീകരണം തുടരുകയാണ്. ചിന്തിക്കൂ പ്രിയമുള്ളവരെ, അല്ലാഹ് ഇറക്കുന്ന ഇഖാബുകൾ പല കോലത്തിൽ വരാം. ശത്രു നമ്മുടെ പേരിൽ കടന്നു കയറുകയാ, നിങ്ങളുടെ മേൽ ശത്രുവിന്റെ കയ്യേറ്റം വരികയാണ്. എന്തേ കാരണം? കടമ നിറവേറ്റിയില്ല. നബി തങ്ങളുടെ പ്രാർത്ഥന, നേരത്തെ പറഞ്ഞ പ്രാർത്ഥന ചിന്തിച്ചിട്ടുണ്ടോ? വലാ തുസല്ലിത് അലൈനാ മല്ലാ യർഹമുനാ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത ദുർഭരണാധികാരികളെ നീ ഞങ്ങളുടെ മേൽ അധികാരികളാക്കല്ല റബ്ബേ എന്ന പ്രാർത്ഥന എവിടുന്ന് സദസ്സിൽ നിന്ന് എഴുന്നേൽക്കും മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ടവരെ, ശിക്ഷകൾ എങ്ങനെയൊക്കെ വരാം. അതേ മഹാമാരികൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതാണ്. ലം തദ്ഹരിൽ ഫാഹിശത്തു ഫീ ഖൗമിൻ ഹത്താ ഫശാ ഫീഹിമുത് തഊനു വൽ ഔജാ. അതേ, ഒരു ഫാഹിശത്ത് ഒരു സമൂഹത്തിൽ ഇങ്ങനെ വലിയ പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ലം തദ്ഹരിൽ ഫാഹിശത്തു ഫീ ഖൗമിൻ ഖത്തു ഹത്താ ഫശാ ഫീഹിമുൽ ഔജാ വത് തഊനു വൽ അംറാദുല്ലതി ലം തകുൻ, അവർക്ക് പരിചയമില്ലാത്ത രൂപത്തിലുള്ള മഹാമാരികളും മാറാവ്യാധികളും അവരിലേക്ക് ഇറങ്ങും. എപ്പോ ഫാഹിശത്തുകൾ പരസ്യമാക്കപ്പെടുമ്പോ സ്വവർഗരതി അത് പരസ്യമായി നടത്തുകയാണ്. ലൈവായി ഷോകളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ആണും മണ്ണും ഇണചേരുകയാണ്, പെണ്ണും പെണ്ണും ഇണചേരുകയാണ്, ലൈംഗിക വൈകൃതങ്ങൾ നടക്കുകയാണ്, മൃഗരതി നടക്കുകയാണ്. മയ്യത്തിനെ പോലും ഭോഗിക്കാമെന്ന മതനിരാസത്തിന്റെ വാക്കുതാക്കളുടെ ആ രൂപത്തിലുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ വരെ കാട് കയറിയ ചിന്തയായി സമൂഹത്തിൽ പരതുകയാണ്. മഹാമാരികൾ അതിന്റെ ഫലമായിട്ട് വരും. എബോള വന്നു, എയ്ഡ്സ് വന്നു, വൈറസുകൾ പല പേരുകളിൽ വരികയാണ്. അവസാനം ഇപ്പോ ആഗോള തലത്തിൽ ഒരു ഗ്ലോബൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിയിട്ട് കൊറോണ വൈറസിന്റെ ഭീതിയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോ റഹ്മാനായ റബ്ബ് നമ്മോട് പറഞ്ഞ കടമകൾ നമ്മൾ മറന്നുപോകുന്നുവോ? എന്താ കടമ? അല്ലാഹ് പറഞ്ഞതാ, നന്മ കൊണ്ട് കൽപ്പിക്കണേ, തിന്മ വിരോധിക്കണേ, ഇല്ലെങ്കിൽ എന്താ എന്നല്ലേ? ഇഖാബ് വരും, ശിക്ഷ വരും കേട്ടോ. ശിക്ഷ വരുമ്പോ നിങ്ങൾക്ക് തോന്നും നമ്മളിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയില. അവിടെ മുതൽക്ക് നിങ്ങൾ അതുവരെയുള്ള എല്ലാ ശ്രദ്ധയും മാറ്റിവെച്ചിട്ട് അവിടെ മുതൽ നിങ്ങൾ എന്നോട് ദുആ ചെയ്യാനൊരുങ്ങും. സുമ്മത ദുഊനഹു, നിങ്ങൾ അല്ലാഹുവോട് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലുമൊക്കെ ദുആയോട് ദുആ തന്നെ. പക്ഷേ ഫലാ യുസ്തജാബു ലക്കും, അവർക്ക് ഉത്തരം നൽകപ്പെടൂല. കാരണം ചെയ്യേണ്ട കാലത്ത് ചെയ്യേണ്ട കടമയിൽ വീഴ്ച വരുത്തിയാൽ അബദ്ധങ്ങളും പ്രയാസങ്ങളും വരുമ്പോ വിമ്മിഷ്ടപ്പെട്ട് നെട്ടേട്ടമോടി പരക്കം പാഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജീവിതത്തെ നന്നാക്കൂ, സൽക്കർമ്മങ്ങളെ വർദ്ധിപ്പിക്കൂ, സദഖകളെ വർദ്ധിപ്പിക്കൂ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശതയുള്ളവരാകൂ, അഖീദയുടെ സംരക്ഷകരാകൂ,
ദുആ ഇരക്കൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആയാണ്, അല്ലാഹുവേ കുഷ്ഠത്തിൽ നിന്ന്, വെള്ളപ്പാണ്ടിൽ നിന്ന്, ഭ്രാന്തിൽ നിന്ന്, മനോരോഗത്തിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന് റബ്ബേ നീ ഞങ്ങൾക്ക് കാവല് തരണേ. രാവിലെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദതൈനിയും 3 തവണ പാരായണം ചെയ്യൂ. വൈകുന്നേരവും അത്ര തന്നെ പാരായണം ചെയ്യൂ. തക്ഫീക മിൻ കുല്ലി ശൈഇൻ, എല്ലാ ആപത്തിൽ നിന്നും നിനക്ക് മോചനം തരാൻ അത് മതിയാകും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമായി വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിന്റെ നാമം അടിയുറച്ച് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. അതിന്റെ കൂടെ ഒരു ഉപദ്രവവും ആകാശത്തിലും ഭൂമിയിലും എനിക്ക് വരാനില്ല. ഞാനത് അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന ദിക്ർ നീ പറഞ്ഞോ, പ്രഭാത പ്രദോഷങ്ങളിൽ 3 തവണ പറഞ്ഞോ, അത് നിനക്ക് മതി. രാത്രിയുടെ അവസാന ഘട്ടത്തിൽ സൂറത്ത് അതേ ആയത്തുൽ കുർസിയും അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളും നീ പാരായണം ചെയ്തോ, അത് നിനക്ക് മതി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, റബ്ബിൽ തവക്കുലാക്കി ഇറങ്ങിക്കോ. നിനക്ക് എല്ലാ ഷർറുകളിൽ നിന്നും, വിഖായത്ത് ഷർറിൽ നിന്നും, എല്ലാത്തിൽ നിന്നും നിനക്ക് കാവല് കിട്ടിക്കഴിഞ്ഞു. ഈ രൂപത്തിലുള്ള ദുആകള്, ദിക്റുകള്, അതുപോലെ തന്നെ നമ്മുടെ സൽക്കർമ്മനിരതമായ ജീവിതം, ഇതിലൂടെയൊക്കെ പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള ഒരു കരുത്ത് നമ്മൾ ആർജിച്ചു കഴിഞ്ഞാൽ, ആ ആർജിച്ചു കഴിയുന്ന മനസ്സിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ദിക്റാണ്. അപ്പോഴാണ് ആ ദിക്ർ വരേണ്ടത്. ഞങ്ങളൊക്കെ അള്ളാന്റേതാണ്. ഞങ്ങളിൽ എന്തും വരുത്താൻ റബ്ബിന് അധികാരമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ഞങ്ങളാളല്ല. ഞങ്ങളിൽ എന്ത് വന്നാലും അത് ഞങ്ങൾക്ക് ഖൈറാണ്. അതല്ലേ നബി തങ്ങൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴുള്ള ആ പ്രാർത്ഥനയുടെ അവസാനം പറഞ്ഞതെന്താ? അതെ, നീ ഞങ്ങളിൽ എന്ത് തന്നെ ഖളാഉകൾ വരുത്തുന്നുണ്ടെങ്കിലും, ഏത് ഖളാഉകളും നീ ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടോ അതൊക്കെയും ഖൈറാക്കി മാറ്റേണമേ. Zamil, the soulmate.